കഴിഞ്ഞ ക്ലാസ്സില് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ പറഞ്ഞു. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത്. സർക്യൂട്ടൽ എന്ന് പറഞ്ഞ സർക്യൂട്ട് എന്ന് പറഞ്ഞ മൂവിംഗ് പാത്ത് എന്നുള്ള അർത്ഥം ഇവിടെ വരുള്ളൂ. അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ equals mu 0 times current enclosed in that closed path or loop. എങ്ങനത്തെ കറണ്ട്? സിഗ്മ ഐ നെറ്റ് കറന്റ്. നെറ്റ് കറന്റ് ആണ്. ഇങ്ങനെ എഴുതാം, സിഗ്മ ഐ നെറ്റ് കറന്റ് അല്ലെങ്കിൽ ആൾജിബ്രിക് സം ഓഫ് കറന്റ്സ് ഇൻ ദാറ്റ് ലൂപ്പ്. ആ ലൂപ്പിന്റെ ഉള്ളിലുള്ള കറന്റിന്റെ സം ആൾജിബ്രിക് സം ആയിട്ടാണ്. ഇനി ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് അല്ലെങ്കിൽ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് കറന്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് പലതരം കറന്റ് ക്യാരിയിങ് സ്ട്രെയിറ്റ് വയർ ഉണ്ടാവാം. ഇനി പറയാൻ പോണ്ട് സോളിനോയിഡ് ടൊറോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പോണ്ട്. അതൊക്കെ എന്താണെന്ന് പറയാം, വിശദീകരിക്കാം. അതുകൊണ്ടുള്ള ഫീൽഡ് കാണും. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ infinitely long straight current carrying conductor. Very long straight current carrying conductor കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഉപയോഗിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. അവിടെ ഞാൻ ചില സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നു. ഗോസ് തിയറം അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നു. 1, 2, 3 ആയിട്ട് പറഞ്ഞിരുന്നു. അതേ സ്റ്റെപ്സ് ഇവിടെയും നമുക്ക് ഫോളോ ചെയ്യാം. അവിടെ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആദ്യം ഗോസ് തിയറം ഈസ് അപ്ലൈ ടു എ സർഫസ്, ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പൊ ആദ്യം അവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം. എങ്ങനത്തെ ക്ലോസ്ഡ് സർഫസ്? ആ ഏത് പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കണോ ആ പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? സിമെട്രിക് ടു ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കൺസിഡറിങ് ഗോഷ്യൻ സർഫസ്. സെക്കൻഡ് സ്റ്റെപ്പ് അതിൽ കൂടെയുള്ള ഫ്ലക്സ് കാണുക, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദാറ്റ് ക്ലോസ്ഡ് സർഫസ്. നാലാമത്തെ സ്റ്റെപ്പ് ഇക്വേറ്റ് ടു 1/ε0 ടൈംസ് നെറ്റ് ചാർജ്. ഫോർത്ത് സ്റ്റെപ്പ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ. ഇവിടെ അതേപോലത്തെ സ്റ്റെപ്സ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ദിസ് ഈസ് അപ്ലൈഡ് ടു ദ ക്ലോസ്ഡ് പാത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ടു അപ്ലൈ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൺസിഡർ ആൻ ആംപീരിയൻ ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പാത്ത്. ആംപീരിയൻ ലൂപ്പ് ഇൻക്ലൂഡിംഗ് ദാറ്റ് പോയിന്റ് പി വേർ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണണോ ആ പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് ഫൈൻഡ് ബി ഡോട്ട് ഡി എൽ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ത്രൂ ദാറ്റ് പാത്ത്. ആ പാത്തിൽ കൂടെയുള്ള ബി ഡോട്ട് ഡി എല്ലിന്റെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന്റെ വാല്യൂ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇക്വേറ്റ് ടു mu 0 ടൈംസ് നെറ്റ് കറന്റ് ഇൻസൈഡ് ദാറ്റ് ലൂപ്പ്. ആ ലൂപ്പിലുള്ള നെറ്റ് കറന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ബീനെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ആ പോയിന്റിലെ ബിയുടെ വാല്യൂ കിട്ടും. അപ്പം ഏതൊക്കെ 4 സ്റ്റെപ്പ്? ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് കൺസിഡർ ആൻ ആംബീരിയൻ ലൂപ്പ് ഇൻക്ലൂഡിംഗ് ദാറ്റ് പോയിന്റ് പി. ഓക്കെ, അത് സാധാരണ സിമെട്രിക് ആയിട്ടാണ് എടുക്കാറ്. കറന്റ് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിട്ട് ഏതെങ്കിലും ഒരു സിമെട്രിക് സ്ട്രക്ചർ എടുക്കുക. തോന്നിയ ഒരു ആർബിട്രറി ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ലൂപ്പ് അല്ല എടുക്കുക, ഒരു സിമെട്രിക് ആയിട്ടുള്ള എടുക്കുക, സൗകര്യം. രണ്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ത്രൂ ദാറ്റ് ലൂപ്പ്. ആ ലൂപ്പിൽ ബി ഡോട്ട് ഡി എല്ലിന്റെ വാല്യൂ കാണുക. അതായത് ബി ഡോട്ട് ഡി എല്ലും ബി ഡി എൽ കോസ് തീറ്റ എന്ന് കൊടുത്തു, തീറ്റയുടെ വാല്യൂ നോക്കി. ആ തീറ്റയുടെ വാല്യൂ സാമാന്യം എല്ലായിടത്തും ഒന്നുകിൽ 90 ആവും അല്ലെങ്കിൽ 0 ആവുന്ന വിധത്തിലേ വരുള്ളൂ. അവിടെ ഗോസ് തിയറത്തിൽ അങ്ങനെയാണ്. അങ്ങനെ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഗോസ് തിയറത്തിലായാലും
ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ, തീറ്റയുടെ വാല്യൂ 0-90 വരുന്നെങ്കിലേ കോസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ തീറ്റയുടെ വാല്യൂ 90-ഓ 0 വരുന്ന രീതിയിലുള്ള ലൂപ്പുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ ലൂപ്പ് എടുത്തു, ഇൻക്ലൂഡിങ് ദാറ്റ് പോയിന്റ്. രണ്ടാമത്തെ ലൂപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ലൂപ്പിൽ കൂടെയുള്ള ബി ഡോട്ട് ഡി എൽ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇക്വേറ്റ് ടു μ0 ടൈംസ് നെറ്റ് കറന്റ് ഇൻസൈഡ് ദാറ്റ് ലൂപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് ബി എ നിർത്തി ബാക്കിയുള്ള ടേംസിനെ കൊണ്ടുപോയി ബി കാണുക, സോൾവ് ചെയ്യുക. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കടക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പൊ വാചകങ്ങൾ ഇങ്ങനെ തുടങ്ങാം. കൺസിഡർ എ ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ carrying a current I. It's a long straight conductor. നേരെ നിൽക്കുന്ന കണ്ടക്ടർ ആണ്, carrying a current I. Let P be a point. P എന്നൊരു പോയിന്റ് ഉണ്ട്. At a perpendicular distance R from the conductor. എന്തിനാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയണേ? ഓരോ പോയിന്റ് എടുത്താലും ഓരോ ലെങ്താ വരിക. ഏറ്റവും മിനിമം ലെങ്ത് ഇത് വരണേ. ആ മിനിമം ലെങ്ത് വരുമ്പോ ആ ലൈൻ സെഗ്മെന്റ്, അതായത് കണ്ടക്ടറിന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്, ഇതിന് ലൈൻ സെഗ്മെന്റ് കണ്ടക്ടറിന് ലംബമായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. റൈറ്റ്? അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. എന്താണ് സിറ്റുവേഷൻ? കൺസിഡർ ലോങ് കണ്ടക്ടർ, ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ carrying current I. Let P be a point at a perpendicular distance R from the conductor. ഇനി നമുക്ക് ലോ അപ്ലൈ ചെയ്യാം. അതിന്റെ സിമെട്രി സ്റ്റെപ്സ് പ്രകാരം പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം, ഇൻക്ലൂഡിങ് ദാറ്റ് പോയിന്റ് പി. പി എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആംബീരിയൻ ലൂപ്പ്. അപ്പോ ഇവിടെ ഇതിന് സിമെട്രിക് ആയിട്ട് വന്നാൽ ദാറ്റ് വിൽ ബി എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ആ ആംബീരിയൻ ലൂപ്പിന്റെ പാത്ത്, ക്ലോസ്ഡ് പാത്ത് അല്ലേ വേണ്ടേ? ദാറ്റ് വിൽ ബി എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. റേഡിയസ് ആറുള്ള സർക്കിളാണ്. അതായത് ഇങ്ങനെയാണ് കണ്ടക്ടർ നിൽക്കണേ നിൽക്കുക. അപ്പൊ ഇവിടെയാണ് പി എന്നുള്ള പോയിന്റ് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആറ്, കണ്ടക്ടർ ഇങ്ങനെ നിൽക്കണം. ഇതാണ് അവസ്ഥ. ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യണേ വെച്ചാ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തു, ഇൻക്ലൂഡിങ് ദാറ്റ് പോയിന്റ്. സെക്കൻഡ് സ്റ്റെപ്പ് അവിടുത്തെ ബീഡ് നോക്കൂ. ഈ കണ്ടക്ടറിന് ഈ ആംബീരിയൻ ലൂപ്പിൽ എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ വരുമ്പോ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അവിടുന്ന് എല്ലാ പോയിന്റിലേക്കും ഡിസ്റ്റൻസ് സെയിം ആണ്. റൈറ്റ്? ഇങ്ങനെ എടുക്കണേല് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ സർക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കണ്ടക്ടർ കടന്നു പോണേ. അതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇതിന്ന് ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. ബിയുടെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ അല്ല മാഗ്നിറ്റ്യൂഡ്. അപ്പോ ഇനി ഇത് കാണാനാണ് പറയുന്നത്. ഏത്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റ എന്ന് പറഞ്ഞ ദ ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ വെക്ടർ ആൻഡ് ബി വെക്ടർ, അതിനിടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് എടുത്താ നോക്കൂ, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം. അപ്പൊ ഇങ്ങനെ കറണ്ട് പോണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പൊ ഓരോ പോയിന്റിലും ഇത് ടാൻജൻഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? അപ്പൊ ഇവിടെ ഞാൻ ചെറിയൊരു ലെങ്ത് എടുത്താ, ഇത് ഇവിടെ ഒരു ചെറിയ ഡി എൽ ഡയറക്ഷൻ എടുത്താ, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതിന് ടാൻജൻഷ്യൽ അല്ലേ? അപ്പോ വെക്ടർ ബിക്കും വെക്ടർ ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിള് ഇവിടെ എവിടെ എടുത്താലും ഞാൻ ഇതിങ്ങനെ വരയ്ക്കാം. സർക്കുലർ ലൂപ്പ്, ഇവിടെ നിങ്ങളുടെ കണ്ടക്ടർ ഈ പ്ലെയിന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഞാനൊരു ഡി എൽ എലമെന്റ് എടുത്തു നിൽക്കാം. ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബിയുടെ ഡയറക്ഷനും ഈ പോയിന്റിലെ ബിയുടെ ഡയറക്ഷനും കിടന്നല്ലേ വരിക.
ഓരോ പോയിന്റിലും ടാൻജൻഷ്യൽ ആയിട്ടല്ലേ ബി നിൽക്കുക. ഡി എല്ലിന്റെ ഡയറക്ഷനും അങ്ങനെ തന്നെയാണ്. ഓരോ പോയിന്റിലും ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിരിക്കും. ഓരോ പോയിന്റിലും അതാത് പോയിന്റിലെ ഡി എല്ലിന്റെ ഡയറക്ഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ബിക്കും വെക്ടർ ബിക്കും വെക്ടർ ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ cos 0 1 ആയി. ഐ ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ ബി ഡി എൽ എഴുതാം. ഇനി ഇപ്പൊ ബി ഇതുവരെ ഇവിടെ വെക്ടർ ആയിരുന്നു. ഇവിടെ വരുമ്പോ ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ആൻഡ് ദ വാല്യൂ ഇവിടുന്ന് ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ബി കോൺസ്റ്റന്റ് ആണ്. അത് പുറത്തേക്ക് എടുക്കാം. അത് പുറത്തേക്ക് എടുത്താൽ ബി ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ വരും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്തുകളൊക്കെ കൂടി കൂട്ടാം. അങ്ങനെ ചെയ്താൽ ആ സർക്കുലർ പാത്തിന്റെ, അതായത് ആംബീരിയൻ ലൂപ്പിന്റെ പെരിമീറ്റർ കിട്ടുക. അതിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ പെരിമീറ്റർ 2πr വരും. b into 2πr. So this is the b into 2πr is the line integral of magnetic field around that closed path. അത് കണ്ടു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടു, അതായത് ബി ഡോട്ട് ഡി ആർ കണ്ടു. മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം ഇക്വേറ്റ് ടു എപ്സിലോൺ 0 ടൈംസ് നെറ്റ് കറന്റ്. ഇവിടെ നെറ്റ് കറന്റ് എന്ന് പറയാനില്ല, ഒറ്റ കറണ്ടേ ഉള്ളൂ ആയി. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു μ0 ആയി. നാലാമത്തെ സ്റ്റെപ്പ് ബി എ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. μ0 I by 2πr എന്ന് വരും. This is the magnetic field due to a long straight current carrying conductor at a point P at a distance r from the conductor. ഇന്നലെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ഇത് നമുക്ക് ബയറ്റ്-സാവററ്റ്സ് ലോ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാം. പക്ഷെ അതിലും വളരെ ഈസി ആയിട്ട് ഇത് കിട്ടും. ബയറ്റ്-സാവററ്റ്സ് ലോ വെച്ചിട്ടാ ഡിറൈവ് ചെയ്യുന്ന വെച്ചാൽ വലിയ ഇന്റഗ്രേഷനാണ് വരിക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള ഇന്റഗ്രേഷൻ ചെയ്തിട്ടാണ് അത് കിട്ടേണ്ടി വരിക. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി നോക്കൂ, നമ്മള് ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷനില് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് ചാർജ് വെരി തിൻ കണ്ടക്ടർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലൈൻ ഓഫ് ചാർജ്, കൃത്യമായിട്ടുള്ള പറച്ചിൽ ലൈൻ ഓഫ് ചാർജാണ്. ലൈൻ ഓഫ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഡിറൈവ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് ലാംഡ ബൈ 2πε0 r ആണ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ചാർജ്. അതുകൊണ്ട് r ഡിസ്റ്റൻസില് ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഈ ചാർജുകൾ മുഴുവൻ റെസ്റ്റിലാണ്. ഇവിടെ ഈ ചാർജുകൾ നീങ്ങണമെന്നുള്ള വ്യത്യാസങ്ങൾ, നീങ്ങുമ്പോൾ കറണ്ടായി. കറന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കി. അതിന്റെ എക്സ്പ്രഷനാണ് ഇവിടെ ഡിറൈവ് ചെയ്തേക്കണേ, μ0 I by 2πr. ഇവിടെ മൂവ് ചെയ്യാണ്ട് നിൽക്കുന്ന ലൈൻ ഓഫ് ചാർജ് അതുകൊണ്ടുള്ള ഫീൽഡ് നോക്കൂ. ലാംഡ എന്ന് പറയുന്നത് Q/L ആണ്. Q/L ആണ് ലാംഡ എന്ന് പറഞ്ഞ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. വാട്ട് ഈസ് ഐ? സോഴ്സ് എന്താണ്? ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് IDL ആണ് അല്ലെ? IDL അല്ലേ? അതിന് DL കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? I. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. കറന്റ് എലമെന്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. കറന്റ് എലമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കറന്റ്. ഓക്കെ, അതായത് സോഴ്സ് ബൈ ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്താ? Q അല്ലേ? Q/L ആണ് ഇവിടെ വരുന്നത്. നോക്കൂ, ന്യൂമറേറ്ററിൽ വരുന്നത് ഈയുടെ കേസിൽ സോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് Q/L ആണ് ഇവിടെ വന്നത്. കറന്റ് എലമെന്റ് ആണ് സോഴ്സ്, ബൈ ലെങ്ത് ആണ് ഇവിടെ വന്നത്. എഗ്രി? ഇനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് കോൺസ്റ്റന്റ് പെർമിറ്റിവിറ്റി ഡിനോമിനേറ്ററിൽ വരും, മറ്റേ മാഗ്നറ്റിക് കോൺസ്റ്റന്റ് ന്യൂമറേറ്ററിൽ വരും. 2π r. രണ്ടും ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, സ്ക്വയർ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ.
എക്സാക്ട് സിമിലർ ഇക്വേഷൻ ആണ് വരുന്നത്. സിമിലർ ഇക്വേഷൻ ആണ് വരുന്നത്. നോക്കൂ, ഇവിടെ ഐ കറന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആണ് ശരിക്കും സാധാരണ സോഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഐഡിയൽ ബൈ ലെങ്ത് dl, അതാണ് ഐ. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ക്യൂ ബൈ അല്ല, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് സോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എക്സാക്ട് സിമിലർ ഇക്വേഷൻസ് ആണ് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിക് എഫക്ട്സ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയും, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ വേരി ചെയ്യണമെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, അതേ എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. റൈറ്റ്, സിമിലർ ഇക്വേഷൻസ്. ഇനി ഒരു പ്രോബ്ലം പറയാണ്, ദാ ഒരു കറന്റ് ഇങ്ങനെ ആയി വന്ന് ആ കറന്റ് ഇത്, അപ്പൊ പിന്നെ ആ കറന്റിന് ഇങ്ങനെ പോകാനേ വഴിയുള്ളൂ. ഞാൻ 3 ആംബീരിയൻ ലൂപ്പ് എടുക്കുകയാണ്. ഇവിടെ ഒരു ലൂപ്പ് 1, ഇതിനെ ചുറ്റിയിട്ട് 2, ഇതിനെ അങ്ങനെ ചുറ്റിയിട്ട് 3. I think this is clear. ഇതിനെ മാത്രം ചുറ്റിയിട്ട് 1, ഇതിനെ മാത്രം ചുറ്റിയിട്ട് 2, ഇതിനെ 3നെയും ചുറ്റിയിട്ട് 3. റൈറ്റ്. അപ്പൊ ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ കിട ഇവിടെ കിട. അപ്ലൈ ആംബിയർ സർക്യൂട്ട് അല്ലോ ഇൻ ദ 3 ലൂപ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്ലൈ ആംബിയർ സർക്യൂട്ട് അല്ലോ, 3 ലൂപ്പിന്റെ ആംബിയർ ഇത് എഴുതാൻ. അപ്പൊ ഞാൻ ആദ്യം 1ന്റെ എഴുതാൻ നിൽക്കാം. 1ന്റെ എഴുതുമ്പോ ഞാൻ ഒരു അസംഷൻ എടുക്കുന്നുണ്ട് ഇവിടെ. ഈ 2 എന്നുള്ള കറന്റ് ഇത് തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലാന്നുള്ള അസംഷൻ എടുക്കുന്നുണ്ട്. അതായത് ഈ കണ്ടക്ടർ ഇവിടെ കണ്ടക്ടറിന്റെ കറണ്ട് ഒഴുകണോണ്ട് ഇവിടെ ഫീൽഡ് ഇല്ല എന്നുള്ള പോലെ തൽക്കാലം എടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അതും കൂടി എഫക്റ്റ് കണ്ടിട്ട് വേണ്ടി വരും കാണാം. അപ്പൊ അവിടെ എന്ത് വരും, അല്ലെങ്കിൽ അവിടെ ഫീൽഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അവിടെ എന്തായാലും ഫസ്റ്റ് ലൂപ്പ് എടുത്താൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് മ്യൂ 0i എന്ന് എഴുതാം. അവിടെ ആ ആംബീരിയൻ ലൂപ്പിൽ ആകെ കൂടിയുള്ള കറന്റ് ഐ എഴുതും, മ്യൂ 0i. അതിൽ വാട്ട് ഈസ് ബി? ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ എഫക്റ്റ് ഇല്ലെങ്കിൽ ശരിക്കും സർക്കുലർ പാത്ത് ആണെങ്കിൽ ബി ഡി എൽ കോസ് തീറ്റ എന്ന് എടുക്കാം, അതിന്റെ റേഡിയസ് എടുത്തിട്ട് കൃത്യമായിട്ട് ഇതാവാൻ പറ്റും. അല്ല ഇതിന്റെ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ബിയുടെ വാല്യൂ എടുത്തിട്ട് ബി ഡോട്ട് ഡി എൽ കാണേണ്ടി വരും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ടാമത്തെ കേസിൽ ഇത് തന്നെ വരും, ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് മ്യൂ 0, അതിന്റെ ഐ. ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുണ്ടാവും, ചിലപ്പോൾ കറന്റ് അങ്ങടാണ്, ഇവിടെ ഇങ്ങടാണ്, ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവും ബി കാണുമ്പോ. മൂന്നാമത്തെ ലൂപ്പ് വരുമ്പോ ഇത് അങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് മ്യൂ 0, ഇവിടെ ഒറ്റ കറണ്ട് അല്ല, 2 കറണ്ട് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഐ പ്ലസ് മൈനസ് ഐ. കാരണം ഒരൈ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ അതിന് ഓപ്പോസിറ്റാ മറ്റേ കറണ്ട്. അപ്പൊ എന്താ വരിക? 0. അപ്പൊ മൂന്നാമത്തെ ആംബീരിയൻ ലൂപ്പിലെ ബി ഡോട്ട് ഡി എൽ 0 ആണ്. ബി ഡോട്ട് ഡി എൽ 0 എന്ന് പറഞ്ഞ അർത്ഥം, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 എന്ന് പറഞ്ഞ അർത്ഥം അത് ബി 0 ആയിക്കൊള്ളുന്നില്ല. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈക്വൽ ടു 0. അതുകൊണ്ട് ബി 0 ആണെന്നില്ല, ഡി എൽ ഇല്ല. ബി ഡി എൽ കോസ് തീറ്റ നോക്കൂ, 2 എണ്ണത്തിന്റെ ഫീൽഡിന്റെ വരുന്നുണ്ട് അവിടെ. അപ്പൊ എപ്പോഴും ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എപ്പോഴും 0 ആയിക്കൊള്ളുന്നില്ല. 2ന്റെ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ 2ന്റെ എഫക്റ്റ് വരുന്നുണ്ടാവും. അപ്പൊ ബിയുടെയും ഡി എല്ലിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എപ്പോഴും 0 ആയിക്കൊള്ളുന്നില്ല. റൈറ്റ്. ഇതുകൊണ്ട് ഇത് 0 ആയതുകൊണ്ട് ബി 0 ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പുറത്ത് ഇതിന്റെ അടുത്താ കിടക്കണം, ഇവിടെ ഫീൽഡ് ഉണ്ടാവും. പിന്നെന്താ 0 കിട്ടിയെന്ന് വെച്ചാൽ ഈ കോസ് തീറ്റയുടെ ടേം തീറ്റ ചില ഘട്ടങ്ങളിൽ അത് മൈനസ് ആയിട്ട് വരുന്നുണ്ടാവും വാല്യൂ. ഇപ്പൊ 90ലും കൂടുന്ന ആംഗിളൊക്കെ വന്നു കഴിഞ്ഞാൽ 0 ആയിട്ട് വരുന്നുണ്ടാവും. നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ടാവും. 90ലും കൂടിയ തീറ്റയുടെ വാല്യൂ 90ലും കൂടിയ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ടാവും. 90ലും കുറഞ്ഞ പോസിറ്റീവ് ആവും. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആഡ് ചെയ്ത് പോയിട്ട് എങ്ങനെയായാലും എന്ത് വന്നേ പറ്റൂ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 വരും.
that doesn't mean that B is 0. Throughout B 0 എന്നല്ല അത് അർത്ഥം. പക്ഷെ ലൈൻ ഇന്റഗ്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0 ഫോർ ദ തേർഡ് ആംബീരിയൻ ലൂപ്പ്. ഫസ്റ്റിനും സെക്കൻഡിനും ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 അല്ല, വാല്യൂ ഉണ്ട്. പക്ഷെ തേർഡിന് അത് 0 ആണ്. കാരണം എന്താ? ആൾജിബ്രിക് സം ഓഫ് കറന്റ് ഈക്വൽ ടു 0. തൽക്കാലം ഇവിടെ നിർത്തുന്നു.